ഐഷൂട്ടി അമ്മ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല. ഇവക്കിതെന്ത് പറ്റി? അമ്മ തുമ്മലിന്റെ മരുന്ന് കഴിച്ചിട്ട് ശരിക്കും ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കേറി കിടക്കണേന്. തുമ്മലിന്റെ മരുന്നോ? അവൾക്ക് എന്താ ജലദോഷായോ? ആയി. ആ ദേഖേട്ടൻ വന്നോ? എന്തേ നിനക്ക് വയ്യേ? ഒന്നും പറയണ്ടാട്ടാ, ഇന്നത്തെ മഴയെ കുളിച്ചാലാണെന്ന് തോന്നുന്നു ഒരു തുമ്മലും ചീറ്റലും ഒക്കെ. മോള് പറഞ്ഞു അതിന്റെ മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങിയെന്ന്. സത്യത്തിൽ സമയം ഇത്രയായെന്ന് ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല കേട്ടാ. ഞാൻ പോയി ചായ ഇടട്ടെ. നിക്ക് നിന്റെ മുഖം കണ്ടിട്ടെന്തോ വല്ലാതെ ഉണ്ട് കേട്ടാ. നീ ഇന്ന് ചായ ഇടണ്ട. പിന്നെ ചായ കുടിക്കണ്ടേ? വന്നപ്പോളെ നീ ഉറങ്ങി കിടക്കണ കണ്ടപ്പോ എന്തോ പന്തികേട് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ കേറി ഇട്ടു. ചായ ഇട്ടോ? ഓ എന്തേ? വേണ്ടിയിരുന്നില്ല, ഞാനിടായിരുന്നു. ഇത് ഞാനിട്ടാൽ എന്താണ് കുഴപ്പം? അച്ഛന് കുഴപ്പമില്ല, പക്ഷെ കുടിക്കുന്നവർക്ക് കുഴപ്പം. അതവള് പറഞ്ഞ പോയിന്റാട്ടാ. നീ പൊടിക്കാന്താരി. ഞാൻ പോവാ, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യ. അല്ല ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അച്ഛ ഇട്ടപ്പോ ചെളിവെള്ളം പോലെ ഉണ്ടായിരുന്നു. ഇത് പാല് കുറഞ്ഞു പോയിട്ടല്ലേ? ഇപ്പൊ എത്ര ഇട്ടു പാല്? 1/2 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് പാല്. അപ്പൊ കുറുകിയ ചായയൊക്കെ ഇടാൻ പഠിച്ചു തുടങ്ങി. ഇത് മാത്രല്ല ചോറും കറിയൊക്കെ വെച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അയ്യോ വേണ്ടായേ, അതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വിട്ടേരെ. അത് നീ പറയണ്ട. അങ്ങനെ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ ലോകത്ത് തന്നെ ഇല്ല. ബെറ്റ് ഉണ്ടോ? ഉണ്ട്, 1000 രൂപ. ഓക്കെ? അതെന്താണ്? അതെ, ഇന്ന് വരെ ബെറ്റില് ഞാൻ തോറ്റിട്ടില്ല, അതന്നെ. എന്നാ ഇപ്രാവശ്യം നീ തോക്കും. നമുക്ക് കാണാം. ഓക്കെ കാണാം. എന്നാ പറയട്ടെ, പെണ്ണിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് 10 മാസം ഈ കുട്ടിയോളെ ചുമക്കണ ഡ്യൂട്ടി. പറ്റുമോ? അമ്മയാവാൻ പറ്റുമോന്ന്? അത് ഇത് പറ്റിക്കലാണ് കേട്ടാ. ഇതെങ്ങനെ പറ്റിക്കലാവും? ഞാൻ ജോലി ചെയ്യുന്ന കാര്യമാണ് ഡ്യൂട്ടി എന്ന് ഉദ്ദേശിച്ചത്. ഡ്യൂട്ടിന്ന് വെച്ച ഡ്യൂട്ടി, ഇതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ എത്ര ബെറ്റ് വെച്ചത്? 1000 രൂപ. എടുക്ക്. അത് ഇപ്പൊ എന്റെ കയ്യിലില്ല, നാളെ തരാം. തരണേട്ടാ. ഓവ് തരാം. അതിന് നിനക്ക് സന്തോഷാണോ? അത് പിന്നെ ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. പോലീസുകാരന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നീ ഇന്ന് വരൂട്ടാ. എന്തേ? ഇങ്ങനെ യാസുനെ പരിചയപ്പെടാൻ. അത് നല്ല കാര്യമാണ്. ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെട്ടിട്ടാവും ആ കുട്ടി വിഷമങ്ങളൊക്കെ മറക്കണേ. എനിക്കും തോന്നി ആള് നല്ല സോഷ്യലാണ്. ഇങ്ങനൊരു വിഷമം ഉണ്ടെന്നൊന്നും കാണിക്കയില്ലാട്ടാ. പക്ഷെ ചായ കുടിച്ചിട്ട് ഞാൻ പോട്ടെ, കടയിൽ ആരും ഇല്ലാതിരിക്കില്ലേ? കേട്ടാ, ആരെങ്കിലും ഇത് കടയിൽ നിർത്തിക്കൂടെ? പൊന്നു കല്ലേ, ഒരനുഭവം കൊണ്ട് തന്നെ ഞാൻ പഠിച്ചു. വിശ്വസിക്കാവുന്ന ആരെങ്കിലും കിട്ടട്ടെ. ആരെങ്കിലൊക്കെ കിട്ടിയാ മതിയായിരുന്നു. ഏട്ടനെ വിളിച്ചിരുന്നോ? ഓവ്വ, നീ തറയിലോട്ട് നോക്ക്. എന്തേ? സൂക്ഷിച്ചു നോക്കാൻ. ഞാനൊന്നും കാണണില്ല. നിന്റെ കാലിന്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും. ഓ, 1 മണി ചോറ് കിടക്കണല്ലേ? അപ്പൊ കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ഓവർ ആക്ടിങ് ആയിരുന്നു അല്ലേ? അല്ല, സത്യമായിട്ട് ഞാൻ കാണാതിരുന്നേന്ന്. അതെങ്ങനെയാ ഇവിടെ വന്നത്? അതിപ്പോ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ കുട്ടി എന്നെ എന്തോ ആവശ്യത്തിന് വിളിച്ചതായിരുന്നേ. അതെനിക്കറിയേണ്ട കാര്യമില്ല. ചോറ് എങ്ങനെ ഇവിടെ വന്നു എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ പറഞ്ഞോട്ടെ, കുട്ടി എന്ത് സാധനത്തിന് വേണ്ടി വിളിക്കണേന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് പെട്ടെന്ന് അവള് നിലവിളിച്ചോലാണ് തോന്നിയത്. ചോറ് കഴിക്കണം നിർത്തിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിയാ വന്നു. അപ്പൊ പോണ വഴി മുഴുവൻ ചോറ് ഇട്ടിട്ട് പോവായിരുന്നു അല്ലേ? അല്ല, തിരിച്ചു വന്നപ്പോ കണ്ണി കണ്ടതൊക്കെ ഞാൻ പെറുക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ഇതും കൂടി പെറുക്കി കളഞ്ഞിട്ട് പോയി കഴിച്ചാ മതി. പെറുക്കിയപ്പോ മുഴുവനും പെറുക്കാൻ അറിയാത്ത സാധനം. ഇങ്ങനൊരു പെണ്ണുമ്പോഴാണല്ലോ എനിക്ക് കിട്ടിയത്. ഒരു കാര്യം നിനക്ക് നേരം വേണം ചെയ്യാനറിയില്ല. അയ്യോ, അങ്ങനെയാണ് നിന്റെ അമ്മ നിന്നെ വളർത്തി വെച്ചിരിക്കണത്. ഇതിപ്പോ 1 മണി വറ്റല്ലേ ഉള്ളൂ, അത് വലിയ കാര്യാക്കാനുണ്ടോ? അത് ഞാൻ ചവിട്ടിയിരുന്നെങ്കിലോ? കഴുകി കളയാവുന്നല്ലേ ഉള്ളൂ. നീ വന്ന് കഴുകിത്തരോടി അഹമ്മതി. ഇത്ര നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കുറ്റം കാണുന്നത് കഷ്ടാണ് കേട്ടാ. എനിക്കിത് നിസ്സാരല്ല. എന്ത് ചെയ്താലും അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പം നീ ഉണ്ടാക്കി അടങ്ങൂന്ന് നേർച്ചയുള്ള പോലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അടുക്കളയിൽ വന്നപ്പോ നീ ചായ ഇടണ കണ്ടു. നോക്കിയപ്പോ ചായപാത്രത്തിൽ നിന്ന് തുള്ളി തെറിച്ച് വെളിയിൽ വീഴാണ്. അല്ലേട്ടാ, ചായ അടിക്കുമ്പോ അത് തെറിച്ച് വീഴാണ്ടിരിക്കോ? ഞാനതല്ല പറയണത്. അതിന്ന് ഒരു തുള്ളി തുള്ളിയായിട്ട് വെളിയിൽ വീണു. ഈശോയേ, ഞാൻ എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ഒന്നും പറയണ്ട, പറയാൻ നിനക്ക് പറ്റൂല്ല.
ചായത്തുള്ളി വെള്ളത്തുള്ളി അതൊക്കെ ഒരു തുള്ളിയാണെങ്കിൽ അത് കണ്ടാൽ എനിക്ക് ദേഷ്യ വരും. അറിയാലോ അത്. അറിയാം. മനസ്സിലായെങ്കിൽ പൊയ്ക്കോളൂ. ഒന്നിനും കൊള്ളരുതാത്തത്. നിക്ക്. എന്തേ? പൊയ്ക്കോളാൻ പറഞ്ഞപ്പോഴേ അങ്ങ് തിരിയാണല്ലേ. ആ ചോറ് എടുക്കണ്ടല്ലോ. കുനിഞ്ഞൊരു കുപ്പ എടുക്കാത്ത സാധനം. നീ ഒന്നൊരു കല്യാണം കഴിക്കാൻ യോഗ്യതയുള്ളത് അല്ലടി. അയ്യോ സോറി, എന്തോ പറഞ്ഞു കേട്ട വിഷമത്തില് ഞാനതങ്ങ് മറന്നു പോയിട്ടാ. എടുത്തിട്ടുണ്ടേ. എന്നാ കൊണ്ടുപോയി കളഞ്ഞോളൂ. നോക്കട്ടെ ശരിക്കും അവിടെ പിറക്കിയോ എന്നുള്ളത്. നോണയാണോ എന്നോട് പറഞ്ഞെന്ന് അറിയണമല്ലോ. പിറക്കിയിട്ടുണ്ട്. ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കണു അത്ര. ഭാര്യ. എന്താ ലൈന? പേര് വിളിക്കാൻ വന്നതാണ്. ഹായ് റിന്ദ. നിങ്ങളെല്ലാരും കുഞ്ഞിക്കാട്ടനൊന്ന് ലൈക്ക് ചെയ്യണേട്ടാ. എന്നിട്ട് വാട്സപ്പ് വഴി ഫ്രണ്ട്സിന് ഷെയറും ചെയ്തു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേട്ടാ.